ഇതാണ് ഗൈസ് നമ്മുടെ ഉപ്പാസ് കിച്ചൻസിലെ കാശ്മീരി മുളക് മാത്രം ഇൻഗ്രീഡിയൻസ് ഇട്ടുള്ള ഒരു ചിക്കൻ്റെ വെറൈറ്റി ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് എന്തായാലും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടിട്ട് വരാം. മസ്റ്റ് ട്രൈ ആയിട്ട് കേട്ടോ, നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് ഉണ്ടാക്കി കഴിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര നഷ്ടമായിരിക്കും. അടിപൊളി ഐറ്റമാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉപ്പാസിന്റെ നല്ല കാശ്മീരി മുളകിട്ട ചിക്കൻ റെസിപ്പിയാണ്. അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണിച്ചുതരാം. ഇതിനകത്ത് ഇടുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ്മീരി മുളകും അതേ കണക്ക് തന്നെ ഉപ്പിടുന്നുണ്ട്, അതേപോലെ തന്നെ വെളിച്ചെണ്ണ, കറിവേപ്പില, ഇത്ര ഐറ്റംസ് ആണ്. ഇതൊന്നും നമുക്ക് കഴുകിയിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതെ മുളക് നല്ലതുപോലെ കഴുകി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കുക്കറിനകത്തോട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. കുക്കറിനകത്തോട്ട് ഈ മുളക് ഇട്ട് ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ചേക്കാം. ഇതൊന്ന് അടിപൊളിയായിട്ട് നമുക്ക് പുഴുങ്ങിയെടുക്കണം. ഇത് പുഴുങ്ങിയെടുത്തിട്ട് വരാം. അപ്പൊ ഇതെന്തായാലും നമുക്കൊന്ന് പുഴുങ്ങിയെടുത്തിട്ട് വരാം. നല്ല അടിപൊളിയായിട്ട് പുഴുങ്ങി വന്നിട്ടുണ്ട് നമ്മുടെ മുളക്. അപ്പൊ ഇതിന്റെ നെട്ടൊന്ന് ജസ്റ്റ് കളഞ്ഞേക്കാം. ഇനി അതൊരു മടുപ്പ് വേണ്ട. അപ്പൊ കാശ്മീരി ചില്ലിയുടെ നെറ്റൊക്കെ കളഞ്ഞിട്ട് നമ്മുടെ മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. നമ്മൾ ചിക്കനൊക്കെ കഴുകി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ കറിവേപ്പില റെഡി ആയിട്ടുണ്ട്. പിന്നെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ കാശ്മീരി മുളകും അടിച്ച് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെയ്യാൻ പോകുന്നത് നേരെ അടുപ്പിലോട്ട് വെക്കാൻ പോവാണ്. നേരെ അടുപ്പിലോട്ട് വെക്കുവാണ്. അപ്പൊ ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. കുറച്ചധികം കറിവേപ്പില വേണം. മെയിൻ സാധനമായ നമ്മുടെ മുളക് കുറച്ചും കൂടെ ഉണ്ട്. നമുക്ക് ഇതൊന്ന് നോക്കിയിട്ട് ബാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നോക്കിയിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി ചേർക്കാം. വെള്ളമൊന്നും ഒഴിക്കണ്ട. ഈ ചിക്കനിൽ നിന്ന് തന്നെ അടിപൊളി വെള്ളമൊക്കെ ഇറങ്ങുന്നതാണ്. അപ്പൊ ആവശ്യത്തിന് നോക്കിയിട്ടേ നിങ്ങളെല്ലാവരും ഈ മുളകൊക്കെ എടുത്തിട്ട് മുളക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എരിവ് കൂടിക്കഴിഞ്ഞാൽ വിഷയമാണ്. അപ്പൊ ഞാനൊരു ആവശ്യത്തിന് ഇട്ടിട്ടുള്ളൂ. ഇനി നോക്കിയിട്ട് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ഇടുന്നതായിരിക്കും. നല്ലതുപോലെ ഇളക്കിയിട്ട് നമ്മൾ അടുത്തായിട്ട് ഇടാൻ പോകും. ഉപ്പാണ്. ഉപ്പൊക്കെ നോക്കിയിട്ട് ഇടാൻ ഇതേ ഉള്ളൂ. കൂടിപ്പോയാലും വരും. അപ്പൊ നല്ലതുപോലെ ഇളക്കിയിട്ടില്ല. വേറെ ഒരു സാധനവും നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടില്ല. നല്ല അടിപൊളി ചില്ലിന്റെ കാശ്മീരി മുളകിന്റെ മണം വരുന്നുണ്ട്. വേറെ ലെവൽ ഐറ്റമാണ് മക്കളെ. ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മുടെ ഉപ്പാസ് ആള് കൊള്ളാം കേട്ടോ. ഉപ്പാസിന്റെ റെസിപ്പിയാണ് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാനായിട്ട് ഇതല്ല. ഉപ്പാസ് എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓർത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി. അതിന്റെ പുള്ളിക്കാരന്റെ പറച്ചിൽ കേട്ടപ്പോ തന്നെ പുള്ളിക്കാരൻ പറയാം തൈക്കോലം, ഗ്രാമ്പ്, കറുവപ്പട്ട, ഇങ്ങനെ കുറെ പേരൊക്കെ പറയട്ടെ. ഇതൊന്നും ഇതിനകത്ത് ഇടുന്നില്ലത്. അപ്പൊ ഞാൻ ഇനി ഇതൊക്കെ ഇടാൻ പോടാ. ഇതൊന്നും ഇടുന്നില്ല. ഈ മുളകും കറിവേപ്പില, ഉപ്പ്, ഇതിന്റെ മണം അടിച്ചിട്ട് തന്നെ എന്റെ പൊന്നെ വേറെ ലെവൽ. എങ്ങനെയുണ്ട് മോനെ? സൂപ്പർ പൊളിയല്ലോ. അപ്പം എല്ലാം ചേർത്ത് നല്ല സൂപ്പറായിട്ട് ഇളക്കുവാണ്. വേറെ ലെവലൊന്നും ഉപ്പ് നോക്കിയപ്പോ എന്റെ കൺട്രോൾ പോയി. അത്രയും ടേസ്റ്റ്. അപ്പൊ ഉണ്ടാക്കുമ്പോ നമ്മൾ ഈ കാശ്മീരി മുളക് തന്നെ ഇതിപ്പോ എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് പിടിപ്പിക്കുകയാണ്. ഇത് ഇളക്കുന്ന സമയത്തും എല്ലാം കൂടെ ആഡ് ചെയ്ത് നല്ല വെളിച്ചെണ്ണയും നല്ല ഉപ്പും കാശ്മീരി മുളകും കറിവേപ്പിലേന്റെയും എല്ലാത്തിനും കൂടെ നല്ല അടിപൊളി മണം വരുന്നുണ്ട്. മക്കളെ ഈ ഒരു ലെവലിൽ സാധനം ഇതിനി ചെയ്യാൻ പോകുന്നത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിം, വളരെ ലോ ഫ്ലെയിമിൽ നമ്മൾ വേവിക്കാൻ പോവാണ്. ഇത് നമ്മുടെ ഓട്ടോ സ്റ്റാൻഡിൽ നമ്മുടെ ഒരേ റെസിപ്പി ഉണ്ടാക്കാൻ നേരത്ത് നമ്മൾ കുറച്ച് ചിക്കന്മാരൊക്കെ പറയാറുണ്ട് എന്തോട് ഒറ്റക്ക് വെച്ച് തിന്നോണം. ഇത് അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഞാൻ കഴിച്ചു പോകാൻ കുഴപ്പമൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ടാണ്. ഇത് കഴിഞ്ഞിട്ട് ബാക്കി പറഞ്ഞുതരാം. വേവട്ടെ. അപ്പൊ ഒരു 3/4 മണിക്കൂർ അടുത്തായിട്ടുണ്ട്. നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ വേവിക്കാൻ നോക്കിയിട്ട് എന്തായാലും നമുക്ക് എന്താണ് ഇതിന്റെ അവസ്ഥ എന്ന് തുറന്നു നോക്കാം. വെള്ളമൊക്കെ ഇറങ്ങി നല്ല വെളിച്ചെണ്ണയുടെ മണവും മുളകിന്റെ മണം പറയേണ്ട കാര്യമില്ല. നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് എന്തിന്റെ കൂടെ ഇങ്ങനത്തെ ഐറ്റമൊക്കെ നമ്മൾ കഴിക്കേണ്ടത് എന്തിന്റെ കൂടെയാണെന്ന് ഞാൻ കഴിക്കാൻ പോകുമ്പോൾ കാണിച്ചു തരാം. ഇതിപ്പോ റെഡി ആയിട്ടുണ്ട്. എല്ലാ പരിപാടിയും കഴിഞ്ഞ് തീയൊക്കെ ഒന്ന് ജസ്റ്റ് ഓഫ് ചെയ്തിട്ട് നമ്മൾ ഇതൊന്ന് ലെവൽ ചെയ്യാൻ വേണ്ടി കുറച്ച് പഞ്ചസാര ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. പഞ്ചസാര ഇടാൻ ആരും മറക്കരുത്. അതൊരു സംഭവമാണത്. സ്വല്പം നമ്മുടെ കൈക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വിതറിയിട്ട് കൊടുക്കുക. ഓവറാക്കി ചളവാക്കരുത്. ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഉടയാണ്ടെടുക്കണം. കുറെ വേവിച്ച് ചളവാക്കി കളയരുത്.
ഇതെന്ന് പറയുന്നത് കറക്റ്റ് വേവ് ആണ് എന്താ ഉടങ്ങിട്ടില്ല പീസായിട്ട് കിടപ്പുണ്ട്. ഇതിപ്പോ ഇങ്ങനെയൊക്കെ പഞ്ചസാരയിൽ കൂടിയിട്ട് നല്ല ഇളക്കി നമ്മൾ അതേ കണക്ക് തന്നെ ഒന്ന് മൂടി വെച്ചേക്കണം. എണ്ണ ഒഴിക്കത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ അതൊരു കുളമായി പോകും. അപ്പൊ നമുക്ക് ഇനി എന്തായാലും കഴിക്കുന്നത് കാണാം. അപ്പൊ നമ്മുടെ കാശ്മീരി ഉപ്പാസിന്റെ നല്ല സ്പെഷ്യൽ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ട. അപ്പൊ നമ്മൾ ഈ കറി കഴിക്കാൻ പോണത് കണ്ടോ, ഒരു പ്ലേറ്റ് നിറയെ ചോറ് എടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെ ചിക്കന്റെ നല്ല ചൂടായിട്ട് തന്നെ ഇരിക്കണം, നല്ല ചൂടായിട്ട് തന്നെ ഇരിക്കണം. ഇതിന്റെ നടുക്കോട്ട് ഇങ്ങനെ കുറച്ച് പീസും ആ ഗ്രേവിയും കൂടെ ഇങ്ങനെ വെച്ചിട്ട്, ഓ എന്റെ മോനെ, ഇത് ഇങ്ങനെ എടുക്കണം. ഇങ്ങനെ എടുത്തിട്ട് ഇത് കണ്ട, ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നല്ല ചൂടായിട്ട് തന്നെ എടുക്കുമ്പോൾ ഇങ്ങനെ പീസൊക്കെ ഇങ്ങനെ അത്തപ്പൂക്കൾ അങ്ങനൊക്കെ ഇങ്ങനെ സൈഡിലാകത്തോട്ടൊക്കെ വെക്കണം. അയ്വാ ഇത് നല്ല പുഴുങ്ങിയ കപ്പയൊക്കെയായിട്ട് പിടിക്കണല്ലേ. ഉന്റെ പൊന്നാളിയ, ഇതെല്ലാരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഈ വരില്ല, സത്യം പറഞ്ഞാൽ ഇത് മറ്റു ട്രൈ ആണ്. കാര്യം ഒരിക്കലും ഈ ഒരു റെസിപ്പി നമ്മൾ മിസ്സാക്കരുത്. ഞാൻ കഴിക്കാൻ പോകും. കഴിച്ചു കഴിഞ്ഞിട്ടാണ് ബാക്കി കിടക്കുന്നത്. നല്ല ചൂട് ചിക്കൻ കറി. ചിക്കൻ കറി എന്നൊന്നും പറയാൻ പറ്റില്ല, ചിക്കന്റെ എന്തോ ഒരു ഐറ്റം. ഉപ്പാസ് ചിക്കൻ നല്ല ലെവല് വേവലാണ്ടത്. ഇത് ഇങ്ങനെ എടുത്തിട്ട്, എനിക്ക് താടി മീശയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ താടിയിലേക്ക് ഇരിക്കും, അത് കുറ്റം പറയരുതേ. ഇങ്ങനെ എടുത്തിട്ട് എന്ത് സാധനം പുളിയെന്ന് പറഞ്ഞത് ചിക്കൻ്റെ ഒക്കെ കിടപ്പുണ്ടോ. ഒരു മസാലക്കൂട്ട് നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടില്ല. നിങ്ങൾ കണ്ടാണ് വീഡിയോ ഫുള്ള്. ഒരു വെള്ളം പോലും ഒഴിച്ചിട്ടില്ല. ആ ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളം തന്നെ. ഇച്ചിരി ഉപ്പിട്ടിട്ടുണ്ട്, ലാസ്റ്റ് ഒരു പൊടിക്കായിട്ട് ഇച്ചിരി പഞ്ചസാര, ബാക്കിയെല്ലാം മുളകില പരിപാടി. കറിവേപ്പില, വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കണം, എന്നാലേ അതിന്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇതിങ്ങനെ ഈ ചോറായിട്ട് തന്നെ കഴിക്കണം. ഞാനിതെല്ലാം കഴിഞ്ഞിട്ട് ഈ ഉരുളിക്കകത്ത് ചോറിട്ട് തിന്നാനുള്ള പ്ലാനാണ് എൻ്റെ. ഒരു സാധനം എന്തുമായിട്ട് വേണമെങ്കിൽ പിടിക്കാം. നല്ല അപ്പം, നല്ല ഇടിയപ്പം, നല്ല പൊറോട്ട ഒക്കെ ആയിട്ട് പിടിക്കണം. ഒരാളിവിടെ ഇരുന്ന് കൊതി വെക്കുന്നു, അയാൾക്കും കൂടെ കൊടുക്കാം. ബാ, ഉപ്പാസിന്റെ സ്പെഷ്യൽ ഐറ്റം നമ്മൾ ജച്ചാക്ക് കൊടുക്കുകയാണ്. നല്ല അടിപൊളി ചിക്കന്റെ പീസൊക്കെ ഇട്ടത്. നല്ല വേറെ ഒന്നും വെച്ചിട്ടില്ല അതിനകത്ത്. എന്റെ കഴിച്ച് വലുതായിട്ട് നല്ല വലിയ ഉരുളയായിരിക്കും ഞാൻ കൊടുക്കുന്നത്. പോറാന്ന് എടുത്തു. എങ്ങനെയുണ്ട്? മസ്റ്റ് ട്രൈ ആയിട്ട് കേട്ടോ. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് ഉണ്ടാക്കി കഴിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫുഡ് ലവർ, ഇങ്ങനെ ഫുഡ് ലവ് ചെയ്യുന്നവരുണ്ടല്ലോ, അവരിത് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര നഷ്ടമായിരിക്കും. അടിപൊളി ഐറ്റമാണ്, നിങ്ങൾ ഉണ്ടാക്കി കഴിക്കണം. ഇത് ചിക്കൻ്റെ ഒരു പീസ് എന്നിട്ട് അടുത്ത് വന്നെന്തുവാ ഉരുളിയാതി ഇഷ്ടം പോലെ ഒന്ന് തരാം, ഒന്ന് കഴിച്ചോ. നല്ല മറ്റേ ഷാപ്പിലേക്ക് മീൻകറി ഉണ്ടല്ലോ, നല്ല മുളകരച്ച ആ ലെവലിൽ കിടപ്പ്. ഒന്നും ഇട്ടിട്ടില്ല, അതാണ് ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത്. വെളിച്ചെണ്ണയിലൊക്കെ ഉണ്ടാക്കുമ്പോ പ്രത്യേക ഒരു ടേസ്റ്റ് ആണ്. മോനെ, അപ്പം വീഡിയോ വലിച്ചിട്ട് വൈൻഡപ്പ് ചെയ്തേക്കാൻ വലിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ഇത്രയും തിന്നാൻ വേണം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം, എന്നാലേ നമുക്ക് അടുത്തടുത്ത വീഡിയോസ് ഇടാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇത് നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.